ഒറിജിനൽ ക്രിസ്മസ് ട്രീ. ഇത് കാനഡയിൽ നിന്ന് കൊണ്ടതാണ്. ഇതിന് ഈ കവറിൻ്റെ അകത്തായിരുന്നു ഇത്. ശരിക്കൊരു നല്ലോണം അടുപ്പിച്ചിട്ട് നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് കുറച്ച് വിടർന്നതാണ്. കാനഡയിൽ നിന്ന് ഒരു 8-10 ദിവസം മുമ്പ് വന്ന സാധനം. ഇതിൻ്റെ സ്റ്റാൻഡാണിത്. നമസ്കാരം, നിസ്സാറാണ് ചിലപ്പോൾ. സാറാസ് മെസ്സി നമ്മുടെ കോഴിക്കോട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. വളരെയേറെ പ്രധാനപ്പെട്ട ഒരു കാഴ്ചയുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ കാണുന്ന സാധനങ്ങൾ വെറും പ്ലാസ്റ്റിക് അല്ല, ഒറിജിനൽ സാധനമാണ്. കാനഡയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ഒറിജിനൽ ക്രിസ്മസ് ട്രീ ആണ് ഈ കാണുന്നത്. ശെൽവേട്ടൻ്റെ മകനാണ് ഈ ഒരു സാധനം വീട്ടിലൊക്കെ. ഇതാണ് കാനഡയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ഒറിജിനൽ ക്രിസ്മസ് ട്രീ. ഇത് നമ്മുടെ കോഴിക്കോട് ചേളന്നൂർ പഞ്ചായത്തിൽ 14-ാം വാർഡിൽ ശെൽവേട്ടൻ്റെ വീട്ടിലാണ് ഈ സാധനമുള്ളത്. ശെൽവേട്ടൻ്റെ മകൻ കാനഡയിൽ നിന്ന് അയച്ചു കൊടുത്തതാണ്. അത് സ്റ്റാൻഡിലേക്ക് ഇറക്കി വെക്കുന്നത്. ഇതിൻ്റെ കൂടെ ഒരു സ്റ്റാൻഡ് ഉണ്ടാകും. ആ സ്റ്റാൻഡിലേക്കാണ് ഇത് ഇറക്കി വെക്കേണ്ടത്. ഇറക്കി വെച്ചാൽ മാത്രം പോരാ, അതിന് 3 ഭാഗത്തായിട്ട് ഒരു സ്ക്രൂ ഉണ്ട്. അത് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയും വേണം. അതെല്ലാം തന്നെ ഈ വീഡിയോയിൽ ചേർത്തിട്ടുണ്ട്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കണം. ഈ സ്റ്റാൻഡിലേക്കാണ് ഇറക്കി വെക്കേണ്ടത്. 3 ഭാഗത്തായിട്ട് ഇതാ ടൈറ്റ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിന് ശേഷം അതിൽ വെള്ളം ഒഴിക്കേണ്ടതായിട്ടുണ്ട്. വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് സാധാ വെള്ളമല്ല, പഞ്ചസാര കലക്കിയ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നല്ല സ്മെല്ലും കുറേ കാലം ഇത് ഒരു കേടുമില്ലാതെ നിൽക്കുന്നതായിരിക്കും. ഒറിജിനൽ സാധനം, ഒറിജിനൽ ക്രിസ്മസ് ട്രീ. കേരളത്തിൽ തന്നെ ഇത്തരത്തിലുള്ളൊരു ക്രിസ്മസ് ട്രീ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു വെറൈറ്റി തോന്നിയത് കൊണ്ടാണ് ഇതൊരു വീഡിയോ ആക്കിയത്. നവംബർ ആകുമ്പോൾ അവര് കട്ട് ചെയ്തിട്ട് ഇതാക്കുന്നേ. ഇത് സംഭവം കറക്റ്റാണത്. കാരണം വെള്ളം കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചൊന്ന് ഉഷാറായി കഴിഞ്ഞാൽ ഒരു പ്രത്യേക സ്മെല്ല് വരാണ്ട്. ഇല്ലേ? നല്ല പ്രത്യേക സ്മെല്ലുണ്ട്. അതിങ്ങനെ വളർന്നു വന്നിട്ട് അല്ല, ഇത് കുറെ നിൽക്കൂല അതാവുമ്പോ അല്ലേ? 2-3 മാസം ഇതേ രീതിയിൽ വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2-3 മാസം ഇത് നല്ല ഫ്രഷായിട്ട് നിൽക്കുന്നതായിരിക്കും. ഇതൊക്കെല്ലാം തന്നെ അതിൻ്റെ കൂടെ ആ ഒരു പാക്കേജിൽ ഉള്ള സാധനങ്ങളാണ്, ഡെക്കറേഷൻ ചെയ്യാനുള്ള സാധനങ്ങളാണ്. ലൈറ്റും മറ്റുള്ള സാധനങ്ങളെല്ലാം തന്നെ. ഇത് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഞാനും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇത് സെറ്റ് ചെയ്യുന്ന സമയത്ത് ആ റൂമിലൊരു പ്രത്യേക സ്മെല്ല്, നല്ലൊരു സ്മെല്ല് നമുക്ക് അനുഭവപ്പെട്ടിരുന്നു. ഒരു പക്ഷേ ഇതിൻ്റെ പ്ലാസ്റ്റിക് ആയിരിക്കും നമ്മൾ ഇത്രയും കാലം കുറച്ച് പേരെങ്കിലും കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇത് ഒറിജിനൽ ക്രിസ്മസ് ട്രീ ആണ്. അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ശെൽവേട്ടൻ്റെ ഭാര്യയാണ്. ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറേ കാലം വാടാതെ ഈ ഒരു ഫ്രഷിൽ സാധനം നിൽക്കുന്നതായിരിക്കും. ഇത്തരത്തിലുള്ള വെറൈറ്റി വീഡിയോകൾക്കായി നമ്മുടെ യൂട്യൂബ് ചാനൽ സാറാസ് നസീം, നമ്മളെ കോഴിക്കോട് എന്ന നമ്മുടെ സ്വന്തം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇതാണ് നമ്മുടെ ശെൽവേട്ടൻ. അത് വെച്ചാൽ പിന്നെ കുറച്ച് പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ ഒരു കളറിൽ കുറച്ചും കൂടി പച്ചപ്പ് കുറച്ചും കൂടി ഒരു നല്ല ബ്രൈറ്റ് ആവുന്ന അത്ര. അതിനാണ് പഞ്ചസാര. സ്മെല്ല് വരുന്നുണ്ട് അല്ലേ? പച്ചപ്പിന്റെ ഒരു മണം വരുന്നത്. വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നല്ല നല്ല പൊടി കൂടി ആയിരിക്കും. ഈ ഫോണിലുള്ള ആളാണ് ശെൽവേട്ടൻ്റെ മകൻ. ഫോൺ പിടിച്ച് നിൽക്കുന്നത് നമ്മുടെ ശെൽവേട്ടനാണ്. അപ്പോൾ ക്രിസ്മസ് ട്രീൻ്റെ വർക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ലൈറ്റും അതേപോലെ അലങ്കാര സാധനങ്ങളെല്ലാം തന്നെ വന്ന സമയത്ത് വളരെയേറെ ഭംഗിയായിട്ട് തന്നെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത, പഞ്ചസാര കലക്കിയ വെള്ളം ആ ഒരു ബോക്സിലേക്ക് ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാസങ്ങളോ വാടാതെ നിൽക്കുമെന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ നമ്മുടെ
സാറാസ് നസീം നമ്മളെ കോഴിക്കോട് എന്ന നമ്മുടെ സ്വന്തം ചാനൽ ഒന്ന് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഒന്ന് രേഖപ്പെടുത്തുക. ഇത്തരം വെറൈറ്റി വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.